ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ടുള്ള ഒരു സൂപ്പർ ഐറ്റം കണ്ടാലോ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് എല്ലായിടവും അല്ലേ. എവിടെ നോക്കിയാലും ഏതെല്ലാം ഇനത്തിൽപ്പെട്ട മാങ്ങകൾ നമുക്ക് കാണാനും വാങ്ങിക്കുവാനും പറ്റും. ഇത് എൻ്റെ വീടിൻ്റെ ടെറസിൽ കാഴ്ചയെടുക്കുന്ന ഒരു കിളിച്ചുണ്ടൻ മാവാണ്. സീസണായാലും ഇതിൽ നിറയെ മാങ്ങയുണ്ടാകും. ഇതിൻ്റെ മാമ്പഴത്തിന് നല്ല മധുരമാണ്. പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ മാങ്ങയ്ക്ക് കേടുണ്ടാകുന്നത്. നമ്മൾ എത്ര സൂക്ഷിച്ച് പറിച്ചു വെച്ചാലും ഇത് കുറേ അധികം നഷ്ടമായി പോകും. അച്ചാറിടാനൊക്കെ ഇത് വളരെ നല്ലതാണ്. അധികം മാങ്ങ ഒരുമിച്ചുണ്ടാകുമ്പോൾ നമുക്ക് ഈ മാങ്ങ പറിച്ചെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് പോലും അച്ചാർ ഉണ്ടാക്കുവാനും അതുപോലെ മാങ്ങ കൊണ്ടുള്ള മറ്റ് പല വിഭവങ്ങൾ ഉണ്ടാക്കുവാനും ഈ മാങ്ങ കൊണ്ട് നമുക്ക് പറ്റും. ഇന്ന് ഞാൻ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ ഗ്ലാസ് കുപ്പികളിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ മാങ്ങ നീളത്തിലരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു തവണയെങ്കിലും ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ച് കഴിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3-4 മാങ്ങ പറിച്ചെടുക്കുകയാണ്. 3 മാങ്ങയാണ് ഇവിടെ ഉപ്പിലിടാനായി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മാങ്ങയും ഇതുപോലെ പുളിയെടുക്കാം. മാങ്ങയെല്ലാം പുളിയതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഈ മാങ്ങ ഉപ്പിലിടുന്ന പോലെ ഇത് ക്യാരറ്റ് അതുപോലെ കുക്കുംബർ ഇതെല്ലാം നമുക്ക് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഉപ്പിലിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മാങ്ങ ഉപ്പിലിടാൻ ആവശ്യമായ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഏകദേശം 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഈ മാങ്ങ ഉപ്പിലിടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഇടേണ്ടത്. ചിലർക്ക് ഉപ്പ് കുറവായിട്ട് മതിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത്ര ഉപ്പിടുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതിന് മുൻപ് തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഞാനിവിടെ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഉപ്പും വിനാഗിരിയും ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് ആറാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മാങ്ങ ഉപ്പിലിടാൻ പാടുള്ളൂ. അതുകൊണ്ട് നമുക്കത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഒരു ഗ്ലാസ് കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഓരോരോ മാങ്ങ കഷ്ണങ്ങൾ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ കുപ്പിയിൽ ഒട്ടും വെള്ളമയം പാടില്ല. നന്നായിട്ട് കഴുകി ഉണക്കിയ കുപ്പിയായിരിക്കണം. അതിൽ വേണം നമുക്ക് ഈ മാങ്ങ ഉപ്പിലിടാൻ. ഇതുപോലെ കുറേശ്ശെയായിട്ട് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. കുറച്ച് മാങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് 3-4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറേ മാങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളക് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ മുകളിലേക്ക് നിറയെ ഇട്ട് കൊടുക്കാം. കുപ്പിയുടെ 1/4 ഭാഗത്തോളം മാങ്ങയും മുളകുമെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങയും മുളകും മൂടിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മളുടെ മാങ്ങ ഉപ്പിലിട്ടതെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത് കാണാൻ തന്നെ എന്തൊരു രസമാണ് അല്ലേ. ഈ ഗ്ലാസ് കുപ്പിൽ കൂടെ നോക്കുമ്പോൾ ഈ പച്ചമുളകിൻ്റെ പച്ച നിറവും മാങ്ങയും ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. അപ്പോൾ എല്ലാവരും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.